അല്ല, ഈ വിജയത്തിൽ ഷാഫി എഫക്ട് ഉണ്ടോ? തീർച്ചയായും അതിലൊരു സംശയവുമില്ല. ഷാഫി എഫക്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, UDF അതാണല്ലോ നേരത്തെ UDF ഇവിടെ ആഞ്ഞു വീശും. വിശേഷിച്ച് വടകര താലൂക്കിൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായൊരു മുന്നേറ്റം UDF നടത്തുന്നു. നിയമസഭയും പഞ്ചായത്തും നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ ഷാഫിയെ മൂക്കിനടിച്ചും തലക്കടിച്ചും വകവരുത്താനുള്ള ശ്രമം എന്നുള്ള നിലയിൽ അതിനെതിരെയുള്ള വികാരം കൂടി. ക്രമേരിയിലെ വിജയം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതാണ്ട് ഈ പഞ്ചായത്തിൻ്റെ മുതൽ 5 വർഷക്കാലം മാത്രമാണ് UDFന് ഭരിക്കാൻ സാധിച്ചത്. അതിൻ്റെ പൊറുതികേടും അതിൻ്റെ വികസന മുരടിപ്പും ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥയുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ജനങ്ങൾ തീരുമാനിച്ചതാണ് ശക്തമായ ഒരു LDF വിരുദ്ധ വികാരം, വികസന വിരുദ്ധക്കെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അതാണ് മിന്നുന്ന വിജയമാണ്. ഏതാണ്ട് 3-ൽ 2 ഭൂരിപക്ഷം എന്ന നിലയിലാണ്. അതുമാത്രമല്ല, ഞങ്ങൾ മണിയൂർ വരെ പിടിച്ചു. ആ മണിയൂർ എന്ന് പറയുന്നത് CPMന്റെ ഇതിലപ്പുറമുള്ളൊരു വലിയ കോട്ടയാണ്. അവിടെയും UDF ജയിക്കുന്ന കാഴ്ച, അതാണ് വലിയ അത്ഭുതകരമായ കാഴ്ചകളാണ്. കുറ്റ്യാടി നിയോജക വടകര താലൂക്കിൽ തന്നെ കൃത്യമായി UDFന്റെ ഒരു തരംഗം ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൂണേരി ബ്ലോക്ക് 40 വോട്ടിനാണ് അത് തോറ്റത്. വടകര മൊത്തം വടകര മാത്രമല്ല, കേരളം മുഴുക്ക ഒരു സുനാമി ആഞ്ഞടിക്കുകയാണ് UDF തരംഗം. അത് കേരളം മുഴുക്ക ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വലിയ മാറ്റമാണ് കാണുന്നത്. ജനം വളരെ കൃത്യമായി വിലയിരുത്തി. ഇത് വരാനിരിക്കുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന മാത്രമല്ല, കേരളം ഈ നിലപാടിനെതിരെ, ഈ ശബരിമലയിലെ ഈ മോഷണ കളവിനെതിരെ, ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരം, ഇവരുണ്ടാക്കി തീർത്ത കടുത്ത വിഭാഗീയത, വർഗീയമായ CPM ഇന്ന് വരെ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന രൂപത്തിലുള്ള വർഗീയമായ വിഭാഗീയമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അതിനെയൊക്കെ ജനം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അല്ല, ഈ വിജയത്തിൽ ഷാഫി എഫക്ട് ഉണ്ടോ? തീർച്ചയായും അതിലൊരു സംശയവുമില്ല. ഷാഫി എഫക്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, UDF അതാണല്ലോ നേരത്തെ UDF ഇവിടെ ആഞ്ഞു വീശും. വിശേഷിച്ച് വടകര താലൂക്കിൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായൊരു മുന്നേറ്റം UDF നടത്തുന്നു. നിയമസഭയും പഞ്ചായത്തും നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ ഷാഫിയെ മൂക്കിനടിച്ചും തലക്കടിച്ചും വകവരുത്താനുള്ള ശ്രമം എന്നുള്ള നിലയിൽ അതിനെതിരെയുള്ള വികാരം കൂടി ഇതിലുണ്ട്. ഷാഫിയുടെ രക്തമുറ്റി വീണ പേരാമ്പ്രയും ഞങ്ങൾ പിടിച്ചെടുത്തു.